മിന്നാരം, തേന്മാവിൻ കൊമ്പത്ത്, പവിത്രം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ഇഷ്ട ജോഡികളായി മാറിയവരാണ് മോഹൻലാൽ, ശോഭന കൂട്ടുകെട്ട്. ഇവർ ഒരുമിച്ച് അഭിനയിച്ച മിക്ക ചിത്രങ്ങളും വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയ സിനിമകളാണ്. 1985 റിലീസായ KS സേതുമാധവന്റെ അവിടത്തെ പോലെ ഇവിടെയും എന്ന സിനിമ മുതൽ 2009 റിലീസായ സാഗർ ഏലിയാസ് ജാക്കി വരെ ഇവർ ഒരുമിച്ചെത്തിയിട്ടുണ്ട്. മലയാളത്തിലെ എവർഗ്രീൻ ജോഡികളാണെന്നാണ് മോഹൻലാൽ, ശോഭന ജോഡികളെ മലയാളികൾ വിളിച്ചിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മലയാള സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. മോഹൻലാലിന്റെ 360-ാം ചിത്രം കൂടിയാണിത്. ഞാൻ മോഹൻലാലിനുമൊത്ത് അഭിനയിക്കുന്ന 56-ാം ചിത്രമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭന തന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എന്നാൽ 56 ചിത്രങ്ങളല്ല, മറിച്ച് 25 സിനിമകൾ മാത്രമേ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. മോഹൻലാലിന്റെ 360-ാം ചിത്രം കൂടിയാണിത്. ചിത്രത്തിന് താൽക്കാലികമായി L360 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. L360-ൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായാണ്. മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുവെന്നാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. പ്രമുഖ ഫോട്ടോഗ്രാഫറായ KR സുനിലിന്റെ തന്നെയാണ് കഥ. 20 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ശോഭനയും ജോഡികളായി എത്തുന്നത്. 2004-ൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായി എത്തിയത്. 2009-ൽ റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നുവെങ്കിലും ജോഡികളായിരുന്നില്ല. 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ശോഭന മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അനൂപ് സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ട് ആണ് ശോഭനയുടെ അവസാനമായി ഇറങ്ങിയ മലയാള ചിത്രം. സുരേഷ് ഗോപിയായിരുന്നു ചിത്രത്തിൽ ശോഭനയുടെ ജോഡിയായി എത്തിയത്.